നമസ്കാരം സുഹൃത്തുക്കളെ, EPR ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോണിക്സിൻ്റെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇലക്ട്രോണിക്സിൽ റെസിസ്റ്ററിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. എന്നാൽ റെസിസ്റ്ററിൻ്റെ കളർ കോഡുകൾ നോക്കി അതിൻ്റെ വാല്യൂ നിർണ്ണയിക്കാൻ പല കൂട്ടുകാർക്കും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ദയവായി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനായി നമുക്ക് ആദ്യം മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി റെസിസ്റ്റർ എന്നടിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ റെസിസ്റ്ററിനുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസിലായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം അതിൻ്റെ മുകളിലായി 4 ബാൻഡ്, 5 ബാൻഡ്, 6 ബാൻഡ് എന്നിങ്ങനെയുള്ള ഇൻ്റർഫേസുകൾ കാണാം. ഇതിൽ ബാൻഡുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് റെസിസ്റ്ററിൻ്റെ മുകളിലുള്ള കളറുകളെയാണ്. പല കളറിലും ഉണ്ടാകും. മൊത്തം 4 കളറിലും 5 കളറിലും 6 കളറിലും റെസിസ്റ്ററുകൾ ഇറങ്ങുന്നുണ്ട്. അതിനാണ് ഈ ബാൻഡുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്കൊരു റെസിസ്റ്ററുകൾ ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ റെസിസ്റ്ററിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ നിർണ്ണയിക്കാം എന്ന് നോക്കാം. ആദ്യം കാണുന്നത് ബ്രൗൺ ആണ്, രണ്ടാമത്തെ ബാൻഡ് ബ്ലാക്ക് ആണ്, മൂന്നാമത്തെ ബാൻഡ് ഗ്രീൻ ആണ്, അത് കഴിഞ്ഞ് ടോളറൻസ് ആണ്, ഗോൾഡ് ആണ്. അത് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ സ്ക്രീനിൽ താഴെ ഭാഗത്തായി കാണുന്ന 1 meg ആണ് ആ സൈഡിൽ കൊടുത്തിട്ടുള്ള റെസിസ്റ്ററിൻ്റെ വാല്യൂ. അങ്ങനെ നമുക്ക് റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അടുത്തായി ഒന്നും കൂടെ നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള റെസിസ്റ്റർ ഫസ്റ്റ് കളർ ബ്രൗണ്, സെക്കൻഡ് ബ്ലാക്ക്, തേർഡ് റെഡ്, ഫോർത്ത് ഗോൾഡ്. അത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 kilo ohms ആണ്. അവസാനമായി ഒരു റെസിസ്റ്റർ കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ബ്രൗണ്, സെക്കൻഡ് ഗ്രേ, തേർഡ് ഓറഞ്ച്. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. ഇതിൻ്റെ വാല്യൂ വരുന്നത് 18 kilo ohms ആണ്. ഇങ്ങനെയാണ് റെസിസ്റ്ററുകൾ വാല്യൂ നോക്കുന്നത്. ഇപ്പോൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ നോക്കാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി SMD റെസിസ്റ്ററിൻ്റെ വാല്യൂ ആണ് അടുത്തത് വരുന്നത്. നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ഞാൻ അടുത്ത വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.